എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് സീസൺ 7 കഴിഞ്ഞിട്ട് ഇപ്പോൾ 1-2 ആഴ്ചയായി. പക്ഷേ അതുമായിട്ട് ബന്ധപ്പെട്ട പല പല ഇഷ്യൂസ്, പല ആൾക്കാരും എയറിലാകുന്നു, എയറിൽ നിന്ന് ശൂന്യാകാശത്തോട്ട് പോകുന്നു, ചില ആൾക്കാർ നെഗറ്റീവായിട്ട് പോയാൽ പോസിറ്റീവ് ആകുന്നു. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നടന്നുകൊണ്ട് ഇരിക്കുന്ന ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ആദില നൂറയുടെ ഇഷ്യൂ ആണ്. പിന്നെ പല പല ട്രോളുകളും വരുന്നു. അതിൽ നിന്ന് ഒരു ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ട്രോൾ നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നു. ജിത്തു ട്രോൾസ് എന്ന ട്രോൾസ് ആണ്. നമുക്കതൊന്ന് കണ്ടു നോക്കാം. കുറെ പേർക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, എന്താണ് മസ്താനിയുടെ ഇത്ര പ്രശ്നം, എന്തിനാണ് ബിൻസി അത്ര പൊളിഞ്ഞതെന്നുള്ള കാര്യം. അവൾ ഇത്ര ഉണ്ണിയാർച്ചയാണെന്നേ ഉള്ളൂ, ഈത്തത്ര ഒന്നും പറയലാന്ന് നിങ്ങൾക്ക് തന്നെ. അപ്പം ചാച്ചന്റെ ഓട്ടോയെ കുറിച്ച് മസ്താനി പറഞ്ഞത് ഹൗസിനുള്ളിൽ നിന്ന് എനിക്ക് സ്വാഭാവികമായിട്ടും എനിക്ക് ഭയങ്കരമായിട്ട് പൊളിഞ്ഞു. എന്റെ കുഞ്ഞണി എനിക്ക് അറിയാൻ പാടില്ലായിട്ട് ചോദിക്കുക, നീ ഒറ്റ ഡയലോഗ് വെച്ച് എത്ര കാലം ഫീൽഡിൽ പിടിച്ചേക്കും? അതായത് ചാച്ചന്റെ ഓട്ടോ ഒരു പ്രശ്നമാണോ? എനിക്ക് പ്രശ്നമല്ല, മസ്താനിക്ക് അത് പ്രശ്നമായിരിക്കും. അതുകൊണ്ടാണ് അവർ ആക്കിയ രീതി സംസാരിച്ചത്. സത്യത്തിന് നിനക്ക് നല്ല 2 തല്ലിന്റെ കുറവുണ്ട്. ആ 2 എണ്ണം തന്നാലെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. ചാച്ചന്റെ ഓട്ടോ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പ്രൗഡാണ്. ആ മനുഷ്യൻ ഓട്ടോ ഓടിക്കാൻ വേണ്ടിട്ട് 28-29 വർഷം. കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണെന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞത്. ആരുടെ കാഴ്ചപ്പാടിന്റെ? ഈഗോ തലയ്ക്കാത്ത അല്ലേ? അത് ഈ സമയത്ത് വായിക്കാത്ത കുത്തിക്കേറ്റാൻ നോക്കല്ലേ. പിന്നെ എന്താണ് അത്ര ട്രിഗർ ആയത്? ഞാൻ പറഞ്ഞില്ലേ ബ്രോ, ഈ മസ്താനി ഒരുമാതിരി ആക്കിയ രീതിയിൽ ചാച്ചന്റെ ഓട്ടോയിലല്ലേ പോയതെന്ന് പറഞ്ഞപ്പോ എനിക്ക് പൊളിഞ്ഞു. എനിക്കിഷ്ടമില്ലാത്ത കണ്ടാൽ ഞാൻ തുറന്നു പറയും. ആരെന്ത് വിചാരിച്ചില്ല, എനിക്കൊരു ചുക്കുമില്ല. എന്താ ചാച്ചനുമായിട്ട് ബന്ധപ്പെടുത്തി കുറച്ച് വേണ്ടാത്ത ചോദ്യങ്ങൾ തന്നെ ചോദിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ട്രിഗർ വേണ്ടി തന്നെ ചേട്ടന്റെ സ്ഥാനത്ത് നിന്ന് പറയുക, നീ ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു സൈക്കാട്രിസ്റ്റിനെ പോയി കാണണം. നിന്റെ ഭാവിക്ക് വേണ്ടിയാ. മസ്താനി പറയുമ്പോൾ ട്രിഗർ ആവുകയും ഞാൻ പറയുമ്പോൾ ട്രിഗർ ആവാതിരിക്കുകയും ചെയ്തത് എന്താ? എന്റെ ഒരു നേച്ചർ, ഞാൻ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ഇപ്പൊ കണ്ടതേ ഉള്ളെങ്കിൽ പോലും ഞാൻ ഭയങ്കര കമ്പനി ആവുന്ന ഒരാളാണ് ഞാൻ. എടാ, ഒരു വിഡ്ഢി സ്വയം പോകരുത്തും, ഒരു ബുദ്ധിമാൻ വിഡ്ഢിയെ പോകരുത്തും. നിന്റെ കാര്യത്തിൽ രണ്ടും കറക്റ്റ്. ബിഗ് ബോസ് ആ വീട്ടിൽ ഇറക്കി വിട്ടാൽ പോലും പുറത്തെ കാര്യങ്ങൾ പറയുന്നത് പറഞ്ഞാൽ ഞങ്ങളെ കയറ്റി വിട്ടത്. എങ്കിലും ഞാനത് സംസാരിച്ചു. അത് ചിലപ്പോ ഓടിച്ചെന്നിരിക്കും, അത് ചിലപ്പോ തല്ലി ഓടിച്ചെന്നിരിക്കും. ഇല്ലെങ്കിലേ എന്റെ മോന്തന്റെ ഷേപ്പ് മാറിപ്പോവാം. ചെയ്യും. ആർജെ ബിൻസി അങ്ങനാണ്. നല്ല ബെസ്റ്റ് മോളാ. ഇതിന്റെ ഒരു വിത്ത് കിട്ടോ? ഞങ്ങളുടെ ഈ സൈസ് ഇല്ല. മസ്താനി പറഞ്ഞ ടോണിയാണ് പ്രശ്നം. അതാണ് കാഴ്ചപ്പാടിന്റെ പ്രശ്നം. എന്ത് ടോൺ? ഓരോ വ്യക്തികൾ സംസാരിക്കുന്ന അവരുടെ ടോണിലായിരിക്കും. ആ ടോൺ ചൂടാവണല്ല, എന്റെ ടോൺ ഇങ്ങനെയാടാ. അതൊരു മോശം സ്റ്റേറ്റ്മെന്റ്. അത് നിങ്ങളുടെ കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ്. അല്ല, മസ്താനി സ്വാഭാവികമായിട്ട് മസ്താനിക്ക് അച്ഛനില്ല എന്നുള്ള കാര്യം, ഉപേക്ഷിച്ച് പോയതാന്നുള്ള കാര്യം അറിയാം. അപ്പൊ ആ കുട്ടിക്ക് എത്രത്തോളം വിഷമം ഉണ്ടായി കാണും? അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോലെ. ചാച്ചൻ ഓട്ടോയിലല്ലേ പോയത് എന്ന് പറഞ്ഞാൽ എവിടെയാണ് അപമാനം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ആ വ്യക്തിക്ക് എത്രത്തോളം വേദന ഉണ്ടായിട്ടുണ്ടായിരിക്കും തിരിച്ചിട്ടുണ്ടോ? അത് കൊടുത്ത കൊല്ലത്തും കിട്ടും. ഇങ്ങോട്ട് പറയുമ്പോൾ ആലോചിക്കണം, തിരിച്ച് അതുപോലെ കിട്ടും. മുട്ടി ഞാൻ ഒടിക്കും. അഹങ്കാരി പെൺകുട്ടികളായാലേ നിലയ്ക്ക് നിൽക്കണം. അപ്പോൾ ഇതാണ് നിങ്ങൾ കണ്ട വീഡിയോ. എന്തൊക്കെ പറഞ്ഞാലും ആർജെ ബിൻസി ഒരു നല്ല കണ്ടസ്റ്റന്റ് ആയിരുന്നു. ഒരു ടോപ്പ് 10-ലെങ്കിലും വരാൻ നല്ല ചാൻസ് ഉള്ള കണ്ടസ്റ്റന്റ് ആയിരുന്നു. പക്ഷേ ആദ്യം ഗെയിമൊന്നും കളിച്ചില്ല. അത് കാരണം പെട്ടെന്ന് പോയി, വോട്ടൊന്നും കിട്ടിയില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഗൈസ് ഇന്നത്തെ വിശേഷങ്ങൾ. പുതിയൊരു വീഡിയോയുമായി പിന്നെ കാണാം. ബൈ.